അടിപൊളി സിനിമ. എങ്ങനെയുണ്ടായിരുന്നു? ഒരു മൊത്തം പറയും. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് അറിയാലോ നല്ലൊരു സിനിമ. ഓവറോൾ സിനിമ എൻഗേജിംഗ് ആണോ? ആസിഫിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കിടിലൻ റൈറ്റിംഗാണ്. സിനിമ എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ കിടിലൻ പെർഫോമൻസ്. ആരും മോശമോ ഒന്നും നല്ല എൻഗേജിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കിടിലായിട്ട് പറയാം. നമുക്കൊരു ഫീൽ ഉണ്ട് സിനിമയ്ക്ക്, ഒരു ഇമോഷണൽ ഫീൽ ഉണ്ട്. നന്നായിട്ട് വന്നു. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പക്ഷേ നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലല്ല. അതായത് പക്ക 8 സീറ്റ് ഫാസ്റ്റ് പേസ് അല്ല, ഒരു മീഡിയം പേസ്ഡാണ്. കുറച്ചും കൂടെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് സ്ക്രിപ്റ്റ്. പിന്നെ കാതോരം സിനിമയുടെ ബാക്ക് ഡ്രോപ്പും മമ്മൂട്ടി ഇതിൽ ഈ സ്ക്രിപ്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത രീതിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആണ്. ആസിഫ് അലിയുടെ പക്ക പോലീസ് സ്റ്റേഷൻ പുള്ളി കൊടുത്താൽ പുള്ളി ഡീസൻ്റായിട്ട് ചെയ്യും, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്, നല്ല ടെക്നിക്കലി പെർഫെക്റ്റുമാണ്. പിന്നെ മൊത്തത്തിൽ ഈ കഥ കൊണ്ടുപോയ രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സാധാരണ പോലെ അല്ല. ഈ എന്താ പറയുക, പെട്ടെന്ന് ഈ ഫ്ലാഷ് കട്ട് ജംപ്സോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഡീസൻ്റാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള തിരക്കഥ, അതാണ് ഏറ്റവും വലുത് പറയുന്നത്. ആസിഫ് അലിയും കൊള്ളാം, എല്ലാവരും കൊള്ളാം. അഭിനയിച്ചാൽ എല്ലാവരും എല്ലാവരും കൊള്ളാം. അഭിനയം കൊള്ളാം. നല്ല അഭിനയം സെക്കൻഡ് ഹാഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൈസ് നന്നായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ആസിഫ് അലി, മനോജ് കെജറിനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ചെറിയ കാലഘട്ടം കാണിക്കുന്ന ഒരു VFX ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് മാത്രം അത്ര വർക്കൗട്ടായില്ല. പക്ഷേ ഒരു ഓൺ ദ ഹോൾ ഒരു വൺ ടൈം വാച്ച് മൂവിയായിട്ട്. അപ്പോൾ അത് സിനിമയിൽ ത്രൂ ഔട്ട് ഇത് പറഞ്ഞതുപോലെ അവസാനം വരെ ആ ഒരു കഥയുടെ പോർഷൻ അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു ഗംഭീരമായിട്ട് വന്നത് നന്നായിരിക്കും. പക്ഷേ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണേണ്ട ഒരു സാധനമുണ്ട്. ഒരു കുഞ്ഞു സസ്പെൻസ്, ത്രില്ലർ എലിമെൻ്റ് ഉള്ള സിനിമ തന്നെയാണോ? ആ രീതിക്ക് പോകുന്നത് തന്നെയാണ്. അല്ല, സസ്പെൻസ് ഇതൊരു നോർമൽ ഇതിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിക്ക് പോകുന്നതാണ്. പക്ഷെ നമ്മൾ പിടിച്ചെടുക്കും എന്താ പറഞ്ഞാൽ സീറ്റ് എഡ്ജ് എന്നും പറയുന്നില്ല, പക്ഷെ നമുക്ക് പിടിച്ചെടുത്താൻ കഴിയുന്ന ഒരു നല്ലൊരു പടം തന്നെയാണ് രേഖാചിത്രം. ആസിഫ് അലീൻ്റെ കണ്ടം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പോലീസ് റോളിൽ വരുന്ന ഒരു സംഭവമാണ്. എനിക്ക് തലവനാണ് ഐ തിങ്ക്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോലീസ് റോളാണ്. പുള്ളിക്കൊരു രാശിയാണല്ലോ അല്ലെങ്കിൽ അല്ല, അദ്ദേഹം ഓരോ റോളുകൾ വരുമ്പോൾ ഓരോ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിലും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അനശ്വര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പുള്ളിക്കാരി ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ കാലിബർ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മനോജ് കെ ജയൻ ചേട്ടൻ്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു നല്ല ഒരു ക്യാരക്ടർ തന്നെ പറയാം. ഇമോഷൻസ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. പിന്നെ പൂർണ്ണമായിട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. എനിക്ക് പിന്നെ വേറെ തെറ്റുകുറ്റങ്ങളൊന്നും പറയാൻ തോന്നിയിട്ടില്ല. നല്ല മൂവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇൻഡോറിയസ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടൊറന്റിനോട് പറയാം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ പറയുന്നത് ഹേറാമാണ്. ഹിസ്റ്ററി ബേസ് ചെയ്ത് ഹിസ്റ്ററി, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. നടന്നു പോകാമെന്ന് ചോദിച്ചാൽ നടന്നതല്ല, പക്ഷേ ആ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഗംഭീരമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് തുടക്കമാവട്ടെ, ഇനി ഇതുപോലെ സിനിമകൾ വരട്ടെ. പിന്നെ നല്ലൊരു ചാൻസ് ഉണ്ട്. ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റ് ആയിരിക്കും, 100% ഞാൻ ഐഡൻറ്റിറ്റി കണ്ടതാണ്. ഐഡൻറ്റിറ്റി ഹിറ്റാകുമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എന്തോ ആയില്ല. ഇത് 100% ഹിറ്റാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആസിഫ് അലി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ഇതിൽ മലയാളത്തിൽ ഈ വർഷത്തെ ആദ്യ ഹിറ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.